السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 109 ആയത്തിന്റെ 3-ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന സത്യത്തിന്റെ പാത, ആ പാത സ്വീകരിച്ച സ്വഹാബത്തിനെ അവിശ്വാസികളാക്കി മാറ്റിയെടുക്കുവാനാണ് വേദക്കാരിൽ അധികം ആളുകളും ആഗ്രഹിക്കുന്നത് എന്നും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യങ്ങൾ അത് യഥാർത്ഥമാണ് എന്ന് വ്യക്തമായിട്ടുള്ളതിന് ശേഷമാണ് യഹൂദികൾ അവർ സ്വഹാബത്തിനെ കുഫ്രിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചത് എന്നും, അവരുടെ മനസ്സുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉടലെടുത്ത അസൂയ കൊണ്ട് മാത്രമാണ് അവർ ആ രൂപത്തിൽ ചിന്തിച്ചത് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ വിഷയങ്ങളാണ്. സഹോദരങ്ങളെ, യഹൂദികൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായ ഈ അസൂയ കാരണം പല സന്ദർഭങ്ങളിലായി അവർ ഇസ്ലാമിനെതിരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയും ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു, കുത്തുവാക്കുകൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് അത്തരം സന്ദർഭങ്ങളിൽ ഫഅഫു വസ്ഫഹു, നിങ്ങൾ മാപ്പ് ചെയ്യുകയും തിരിഞ്ഞു കളയുകയും ചെയ്തുകൊള്ളുവിൻ, ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരേക്കും അങ്ങനെ പ്രവർത്തിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം വരുത്തുന്ന, സത്യവിശ്വാസികളോട് അമർഷം കാണിക്കുന്ന യഹൂദികളും സത്യനിഷേധികളുമായ ആളുകൾ, അവരുടെ കാര്യത്തിൽ ഏറ്റവും നല്ല ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയമായും അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇവിടെ തഫ്സീർ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ സ്വഹാബത്തിനും ഈ യഹൂദികളായ ആളുകളും അതുപോലെ തന്നെ ഈ യഹൂദികളുമായി കൂട്ടുകൂടിയ ബഹുദൈവ വിശ്വാസികളായ ആളുകളും അവർ പ്രവാചകനെയും സ്വഹാബത്തിനെയും ഈ രൂപത്തിൽ ആക്ഷേപിച്ചു നടന്നിരുന്നത് അത് ബദർ യുദ്ധത്തിന് മുമ്പായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ച ഏതൊരാളെയും മർദ്ദിക്കുവാനും പ്രയാസപ്പെടുത്തുവാനും ബഹുദൈവ വിശ്വാസികൾ രംഗത്ത് വന്നപ്പോൾ അവരുമായി ഏറെ അടുപ്പത്തിലാവുകയാണ് വേദക്കാരായ ഈ ആളുകൾ ചെയ്തത് എന്ന്. മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ അവരോട് ക്ഷമിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചത്. എന്നാൽ പിന്നീട് സമാധാനപൂർവ്വം ജീവിക്കാൻ സമ്മതിക്കാതിരുന്ന, സ്വഹാബത്തിനെ മർദ്ദിക്കുകയും സ്വഹാബികൾക്ക് പീഡനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്ത മക്കാ മുശ്രിക്കുകൾ അവർ ഇങ്ങോട്ട് അക്രമത്തിന് വരികയാണ് എങ്കിൽ അവരെ അങ്ങോട്ട് തിരിച്ചടിക്കുവാനുള്ള നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും അതിനുശേഷം അല്ലാഹു സത്യവിശ്വാസികളുടെ മനസ്സിന് ശമനം നൽകുകയും ചെയ്തു എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിച്ച അക്രമികളായ ആളുകൾ അവർ യുദ്ധരംഗത്ത് കൊല്ലപ്പെടുകയും അടിമകളായി പിടിക്കപ്പെടേണ്ട ആളുകൾ അവരെ ഇസ്ലാമിക സൈന്യം അടിമകളായി പിടിക്കുകയും നാടുകടത്തേണ്ടവരായ ആളുകളെ നാടുകടത്തുകയും ചെയ്തു എന്നാണ് സഹോദരങ്ങളെ പിന്നീട് ഇസ്ലാമിക ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നൽകിയ അവന്റെ അപാരമായ അനുഗ്രഹത്തിൽപ്പെട്ട കാര്യങ്ങളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയമായും അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന്. സഹോദരങ്ങൾ, ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ തഫ്സീർ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു സംഭവം, ഒരു ചരിത്രം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസ്. ഈ ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കഴുതപ്പുറത്ത് ഉസാമ റളിയല്ലാഹു അൻഹുവിനെ പുറകിലിരുത്തിക്കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഖസ്റജ് ഗോത്രത്തിൽ ചെന്നുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കുവാൻ വേണ്ടിയാണ് ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് പോയത്. ഈ യാത്ര അത് ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ എന്ന വ്യക്തി
അയാൾ ഇസ്ലാം സ്വീകരിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് സ്വഹാബികളുടെ കൂടെ കൂടുന്നതിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് ഉസാമ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഖസ്റജ് ഗോത്രത്തിലേക്ക് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ യാത്രയിൽ അദ്ദേഹം അബ്ദുല്ലാഹിബ്നു ഉബൈ ഇരിക്കുന്ന സദസ്സിനടുത്തുകൂടി സഞ്ചരിച്ചപ്പോൾ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുസ്ലിമുകളും ബഹുദൈവ വിശ്വാസികളും അതുപോലെ തന്നെ ജൂതന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ആ സദസ്സിനടുത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനം അവരുടെ സദസ്സിനരികിലൂടെ കടന്നുപോയപ്പോൾ അവിടെ പൊടിപടലമുണ്ടായി. അപ്പോ അബ്ദുല്ലാഹിബ്നു ഉബൈ എന്ന വ്യക്തി അയാളുടെ തലയിലിടുന്ന തട്ടം കൊണ്ട് അയാളുടെ മൂക്ക് പൊത്തുകയും എന്നിട്ട് ഞങ്ങളുടെ മേൽ പൊടി പാറിക്കല്ലേ എന്ന് അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമുകൾ ഉൾപ്പെടുന്ന ആ സദസ്സിനോട് സലാം പറയുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വാഹനം അവിടെ നിർത്തുകയും പിന്നീട് ആ കഴുതപ്പുറത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിക്കൊണ്ട് അവരുടെ അടുക്കലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുകയും ചെയ്തു. ഈ ഒരു അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹേ മനുഷ്യ, നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അതിനേക്കാൾ നല്ലതായിട്ട് മറ്റൊന്നുമില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ സദസ്സിൽ കയറി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ് നല്ലത്. ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അപ്പോൾ നിങ്ങൾ അവരോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞേക്കുക. അതല്ലാതെ ഞങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കരുത് എന്ന് ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ആക്ഷേപമായി കൊണ്ട് അവിടെ സംസാരിക്കുകയാണ്. ആ അവസരത്തിൽ സഹോദരങ്ങളെ, അവിടെ ഉണ്ടായിരുന്ന ആ സദസ്സിലുണ്ടായിരുന്ന അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ഞങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വന്നാലും ഞങ്ങൾക്കത് ഇഷ്ടമാണ് റസൂലെ എന്ന് ആ സന്ദർഭത്തിൽ ഈ ഒരു സംഭാഷണത്തിനിടയിൽ ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോ ആ സദസ്സിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളും യഹൂദികളും മുസ്ലിമുകളും ഈ ഒരു വിഷയത്തിൽ പരസ്പരം വഴക്കടിക്കുകയും അവർ പരസ്പരം പോരടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു സദസ്സ് മാറുകയുണ്ടായി. അപ്പോൾ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സദസ്സിലുള്ളവരെ ശാന്തരാക്കുകയും അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വാഹനപ്പുറത്തേക്ക് കയറിക്കൊണ്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോവുകയും ചെയ്തു. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹിബ്നു ഉബൈ ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹു അൻഹുവുമായി പങ്കുവെച്ചപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അവന് ഈ സന്ദർഭത്തിൽ അവിടുന്ന് മാപ്പ് നൽകണം, അവന് വിട്ടുവീഴ്ച ചെയ്യണം. കാരണം അവിടത്തേക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നവൻ തന്നെയാണ് സത്യം. താങ്കൾക്ക് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച അതേ സമയത്ത് ഇവിടത്തുകാർ അബ്ദുല്ലാഹിബ്നു ഉബയ്യിനെ കിരീടമണിയിക്കുവാനും അവന്റെ നേതൃത്വം അംഗീകരിക്കുവാനും കരാർ ചെയ്ത സന്ദർഭമായിരുന്നു എന്ന്. താങ്കളെ അള്ളാഹു സത്യവുമായി അയക്കുക വഴി ആ ഒരു തീരുമാനമാണ് റദ്ദാക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യിന് താങ്കളോട് പക തോന്നിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് താങ്കൾ ഇപ്പോൾ കണ്ട ഈ രൂപത്തിലൊക്കെ അവൻ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന്. ഈ ഒരു വിഷയം സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന് മാപ്പ് നൽകുകയാണ്. മുസ്ലിമുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വേദക്കാർക്കും ബഹുദൈവ വിശ്വാസികൾക്കും മാപ്പ് നൽകിയിരിക്കുകയാണ്. അവർ കാണിച്ചു കൂട്ടിയ ഓരോ ദ്രോഹങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ക്ഷമിക്കുകയാണ് ചെയ്തത്. ഏതുവരെ? അവരുമായി ഒരു യുദ്ധത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകുന്നത് വരെ. പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിമുകൾ മദീനയിലെ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ ബദർ യുദ്ധം നടന്ന സന്ദർഭത്തിൽ ഖുറൈശികളിലെ പല പ്രമുഖന്മാരെയും, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ദ്രോഹിച്ചിരുന്ന പല പ്രമുഖന്മാരെയും അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി സ്വഹാബികൾ വധിച്ചു കളയുകയാണ് ചെയ്തത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽക്കോയ്മ മനസ്സിലാക്കിയ അബ്ദുല്ലാഹിബ്നു
ഉബൈയും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക വിഗ്രഹാരാധകരും മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയും പിന്നീട് അവർ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉടമ്പടി ചെയ്യുകയും അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്ന്. ഏതായാലും അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ പിൽക്കാലത്ത് കപടവിശ്വാസികളുടെ നേതാവായിട്ടാണ് അറിയപ്പെട്ടത് എന്നത് കൂടി സഹോദരങ്ങളെ നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യഹൂദികൾ പെരുമാറിയിരുന്നതും അവരുടെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റത്തെ അസൂയയും വെറുപ്പും കാത്തു സൂക്ഷിച്ച ആളുകളായിരുന്നു അവർ എന്നും, അതുപോലെ തന്നെ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ആ മഹാനായ പ്രവാചകനെ കുത്തുവാക്കുകൾ കൊണ്ടും പരിഹാസങ്ങൾ കൊണ്ടും ആക്ഷേപം ചൊരിയുവാനും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയത്തിലായിരുന്നു അവരിൽ ബഹുഭൂരിഭാഗം ആളുകളും പ്രയത്നിച്ചിരുന്നത് എന്നത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നത്? അദ്ദേഹം പറയുകയാണ്, സൂറത്തുൽ ബഖറയിലെ ഈ 109-ാമത്തെ ആയത്തിൽ പറയുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുയായികളും വേദക്കാരോടും അവിശ്വാസികളോടും എപ്പോഴും പൊറുത്തു കൊടുക്കുന്ന, ക്ഷമിച്ചു കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞതുപോലെ ആയിരുന്നു അവരുടെ ഇതു സംബന്ധമായിട്ടുള്ള നിലപാട് എന്ന് ഉസാമ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഫഅഫു വസ്ഫഹു, നിങ്ങൾ മാപ്പ് ചെയ്യുകയും തിരിഞ്ഞു കളയുകയും ചെയ്തുകൊള്ളുവിൻ എന്നാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ കൽപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സ്വഹാബികളോടുമൊക്കെ, ഫഅഫു വസ്ഫഹു, നിങ്ങൾ മാപ്പ് ചെയ്യുകയും തിരിഞ്ഞു കളയുകയും ചെയ്തുകൊള്ളുവിൻ, ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരേക്കും, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയമായും അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന്. ഈ കൽപ്പന അത് പ്രാവർത്തികമാക്കിയ രൂപത്തിലായിരുന്നു പ്രവാചകന്റെയും അനുയായികളുടെയും സ്വഭാവമെന്ന് ഉസാമ റളിയല്ലാഹു അൻഹു ഇവിടെ എടുത്തുദ്ധരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയിലെ 109-ാമത്തെ ആയത്തിന്റെ തഫ്സീറായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോട് കൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം ഈ ആയത്തിന്റെ പാരായണം നമുക്ക് അയച്ചു തന്നത് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.